മതേതരത്വത്തിന്റെ കാവലാൾക്ക് വിട. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. ന്യൂമോണിയ ബാധയെ തുടർന്ന് ദില്ലി എയിംസിൽ ചികിത്സയിൽ തുടരവെയായിരുന്നു മരണം. 3:05 മരണമെന്ന് എയിംസ് ഇറക്കിയ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി നാളെ വൈകിട്ട് വസന്ത് കുഞ്ചിലെ വസതിയിൽ പൊതുദർശനം നടക്കും. AKG ഭവനിൽ മറ്റന്നാൾ പൊതുദർശനം നടക്കും. മൃതദേഹം എയിംസിന് പഠനാവശ്യത്തിനായി കൈമാറും. ഇപ്പോൾ ദില്ലി AKG ഭവനിൽ നിന്ന് വിഷ്ണു തലവൂർ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ചേരുകയാണ്. വിഷ്ണു, രാജ്യത്തിന്റെ മതേതരത്വ ചേരിക്ക് കനത്ത നഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിലൂടെ ഉണ്ടാകുന്നത്. പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. ഏത് നിലയിലായിരിക്കും ക്രമീകരണം? അസത, തീർച്ചയായിട്ടും കഴിഞ്ഞ മാസം 19-നായിരുന്നു CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ഈ ഒരു ന്യൂമോണിയ ബാധയെ തുടർന്ന് ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടായതിനെ തുടർന്ന് ദില്ലി എയിംസിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമാവുകയും തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയുമായിരുന്നു. കഴിഞ്ഞ 1.5 ആഴ്ചയോളമായി വെന്റിലേറ്ററിലായിരുന്നു CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇന്ന് 3:05 ഉച്ചയ്ക്ക് 3:05 അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും പാർട്ടി അറിയിച്ചിരിക്കുന്നത് ഇന്നും നാളെ വൈകിട്ട് വരെയും സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം എയിംസിലെ മോർച്ചറിയിൽ തന്നെയായിരിക്കും സൂക്ഷിക്കുക. ഇപ്പോൾ എംബാം ചെയ്ത മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ വൈകിട്ട് 6 മണിയോടുകൂടി ദില്ലിയിൽ അദ്ദേഹത്തിൻ്റെ വസതിയായിട്ടുള്ള വസന്ത് കുഞ്ചിലേക്ക് കൊണ്ടുപോകും. അവിടെ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം മറ്റന്നാൾ മാത്രമായിരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്ന പാർട്ടി ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാവുക. അത് മറ്റന്നാൾ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് അത്തരത്തിലൊരു പൊതുദർശനം ഉണ്ടാവുക എന്ന് പാർട്ടി അറിയിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ വിലാപയാത്രയായിട്ട് ദില്ലി എയിംസിലേക്ക് പോകും. യെച്ചൂരിയുടെ തന്നെ ഒരു ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ മൃതശരീരം പഠനത്തിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് കൈമാറാനായിട്ടാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് പാർട്ടി ആസ്ഥാനത്തേക്ക് നിരവധി നേതാക്കളും പാർട്ടി പ്രവർത്തകരുമൊക്കെ എത്തിയത് നമുക്ക് കാണാൻ കഴിയുന്നവർ. അദ്ദേഹത്തിൻ്റെ ഛായാചിത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ പുഷ്പാർച്ചന നടത്തിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ നിരവധി നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. CPI ജനറൽ സെക്രട്ടറി D രാജ, ആനി രാജ, ആം ആദ്മി നേതാക്കളായിട്ടുള്ള സഞ്ജയ് സിംഗ്, അതിഷി മെലന ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ ദില്ലിയിലെ ഈ AKG സെൻറ്ററിലേക്ക് എത്തുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അസദ, തീർച്ചയായും വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഈ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പൊതുദർശനത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. AKG ഭവനിലാണ് വിഷ്ണു ഉള്ളത്. അവിടെ മറ്റന്നാളാണ് പൊതുദർശനം ഉണ്ടാകുക. കൂടുതൽ നേതാക്കൾ അവിടേക്ക് അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തുകയും ചെയ്യും. വിഷ്ണു, വൈകുന്നേരം മുതൽ തന്നെ സീതാറാം യെച്ചൂരിയുടെ ഓർമ്മകളിൽ തന്നെയാണ് രാജ്യം. വിവിധ കോണുകളിൽ നിന്നും വരുന്ന നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ കൃത്യമായ രാഷ്ട്രീയ ദിശാബോധം ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന് അദ്ദേഹം ഉയർത്തുമ്പോഴും രാജ്യത്തെ ചേർത്ത് നിർത്തുക എന്നതിൽ എത്രമാത്രം ശ്രദ്ധേയമായിരുന്നു സീതാറാം യെച്ചൂരിയുടെ പ്രവർത്തനങ്ങൾ. അതിൽ തന്നെ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ മറ്റുള്ള നേതാക്കളുമായി അദ്ദേഹം പുലർത്തിയിരുന്ന സൗഹൃദം, ഇതൊക്കെയും എല്ലാവരും ഓർമ്മിക്കുകയാണ്. പ്രത്യേകിച്ച് ദില്ലി കേന്ദ്രീകരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന കാലയളവ്. വിഷ്ണുവൊക്കെ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അത് നേരിട്ട് കണ്ടിട്ടുള്ളതുമാണ്. ആ നിലയിൽ എങ്ങനെയാണ് വിഷ്ണു സീതാറാം യെച്ചൂരി ഓർക്കുന്നത്? അസത, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു നേതാവെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. പ്രത്യേകിച്ച് സീതാറാം യെച്ചൂരിയുടെ ആ ഒരു പ്രവർത്തനങ്ങൾ അത് CPIMന് മാത്രമല്ല മറ്റ് പാർട്ടികളിലും അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ട്. കോൺഗ്രസ് ആയാലും മറ്റു പാർട്ടി നേതാക്കളുമായിട്ട് അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്ന ഒരു ബന്ധം, വളരെ മികച്ച ഒരു നയതന്ത്രജ്ഞൻ, ഇതിനൊക്കെ പുറമെ മികച്ചൊരു പാർലമെൻറ്റേറിയനായിരുന്നു സീതാറാം യെച്ചൂരി. ഒന്നാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 2005-ലായിരുന്നു സീതാറാം യെച്ചൂരി പാർലമെൻറ്റിലേക്ക് രാജ്യസഭയിലേക്ക് എത്തുന്നത്. അതിനുശേഷം 2 ടൈമുകൾ പൂർത്തീകരിച്ച സീതാറാം യെച്ചൂരി 2017-ലാണ് ഈ ഒരു രാജ്യസഭാ അംഗത്വം അവസാനിക്കുന്നത്. ഈ ഒരു നീണ്ട 12 വർഷം ഏറ്റവും മികച്ച ഒരു പാർലമെൻറ്റേറിയനായിട്ടും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനും കഴിയുന്ന ഒരു നേതാവായിട്ടാണ് സീതാറാം യെച്ചൂരിയൊക്കെ തന്നെ നമ്മൾ കണ്ടത്. അതോടൊപ്പമാണ് സീതാറാം യെച്ചൂരി മുന്നോട്ട് വെച്ചിരുന്ന ആ ഒരു ദൃഷ്ടാന്തമടക്കം വളരെ
ഒരു പുരോഗമന ആശയം എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുക എന്നതുൾപ്പെടെ ഉള്ള ആശയങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു സീതാറാം യെച്ചൂരി മുന്നോട്ട് പോയത്. ഇതോടൊപ്പം തന്നെ ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളായാലും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം, അതിൽ തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, ഇതൊക്കെ തന്നെ യെച്ചൂരിയുടെ ആ ഒരു വീക്ഷണത്തിൽ നിന്നാണ് കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം ഇന്ത്യ മുന്നണിക്ക് പോലും കൈവരുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെയധികം ദീർഘവീക്ഷണമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള ഒരു നേതാവ് തന്നെയാണ് സീതാറാം യെച്ചൂരി. അതോടൊപ്പം നമ്മൾ മാധ്യമപ്രവർത്തകരോടായാൽ പോലും വളരെ നല്ല സൗഹൃദപരമായിട്ട് ഇടപെടുന്ന ഒരു ജനറൽ സെക്രട്ടറി എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ പലപ്പോഴും അദ്ദേഹവുമായി പല വിഷയങ്ങളിൽ സംസാരിക്കുമ്പോഴും കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരിക, ആശയവിനിമയം നടത്തുക, അത്തരത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോയ ഒരു നേതാവ് കൂടിയാണ് സീതാറാം യെച്ചൂരി. തീർച്ചയായും വിഷ്ണു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം CPM-ന്റെ ജനറൽ സെക്രട്ടറിയായി ഇരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ അത് അത്യപൂർവം എന്ന് തന്നെ പറയാം. ആ നിലയിൽ ജനറൽ സെക്രട്ടറിയായി ഇരിക്കെ ഒരു വിടവാങ്ങൽ, പാർട്ടിയുടെ സമ്മേളന കാലയളവാണ്, പാർട്ടി കോൺഗ്രസ് അടക്കം നടക്കേണ്ട സമയമെടുക്കുന്നു. അപ്പോൾ ആ നിലയിൽ സംഘടനാപരമായി സീതാറാം യെച്ചൂരി ഉയർത്തുന്ന വിടവ് അത് വലുതാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. മുതിർന്ന നേതാക്കളുടെ ഒക്കെയും പ്രതികരണവും ആ നിലയിൽ തന്നെയായിരുന്നു അല്ലേ വിഷ്ണു? അസദ, തീർത്തും ഇന്ന് നമ്മൾ ഈ നിൽക്കുന്ന AKG ഭവൻ എന്ന് പറയുന്നത് വളരെ വൈകാരികമായിട്ട് ഉള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നമ്മളോട് മുതിർന്ന നേതാക്കളൊക്കെ സംസാരിക്കുമ്പോൾ പോലും ഒരു വിതുമ്പലോട് കൂടിയാണ് അവരൊക്കെ നമ്മളോട് സംസാരിച്ചത്. ഡി രാജയായാലും ബൃന്ദാക്കാരായിട്ടായാലും ഒക്കെ തന്നെ അവർ ഒരു വിതുമ്പലോട് കൂടിയാണ് സീതാറാം യെച്ചൂരിയെ അനുസ്മരിക്കുന്നത് നമ്മൾ കണ്ടത്. അതോടൊപ്പം CPM-നെ സംബന്ധിച്ച് ഒരു തീരാ നഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് പാർട്ടിയുടെ ഒരു നിർണായക ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അടുത്ത വർഷം ഏപ്രിലിൽ പാർട്ടി കോൺഗ്രസ് നടക്കാനിരിക്കുന്നു. ഇപ്പോൾ സമ്മേളനങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് 3 ടേമിലാണ് സീതാറാം യെച്ചൂരി ഈ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചത്. അതോടൊപ്പമാണ് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുമ്പോഴുള്ള ഒരു ഭരണം, അതും അത്തരത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതടക്കം പാർട്ടി ഉടൻ തന്നെ തീരുമാനിക്കും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അസദ. തീർച്ചയായും വിഷ്ണു. ഒപ്പം തന്നെ വിഷ്ണു, നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ പ്രവർത്തന കാലയളവിനെ പറ്റിയൊക്കെ പറഞ്ഞു. സീതാറാം യെച്ചൂരി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ നോക്കൂ വിഷ്ണു, JNU-ലെ പഠന കാലയളവാണ് സീതാറാം യെച്ചൂരി ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർത്ത് നിർത്തുകയും ആ നിലയിൽ അദ്ദേഹം വലിയ ഇടപെടലുകൾ നടത്തി തുടങ്ങുകയും ചെയ്യുന്ന കാലഘട്ടം. അന്നാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയെ വഴിയിൽ തടയുന്ന ഒരു വിദ്യാർത്ഥി നേതാവായി സീതാറാം യെച്ചൂരി ഇന്ത്യയുടെ തന്നെ രാഷ്ട്രീയ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഇടം നേടുന്നതും ആ നിലയിൽ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് പതിക്കുകയും ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് നിരവധിയായ നിരന്തര പോരാട്ടങ്ങൾ, അടിയന്തരാവസ്ഥയിൽ തന്നെ ജയിലിൽ കിടക്കുന്നു, അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, പാർലമെന്റേറിയനായിരിക്കെ നടത്തിയ ഇടപെടലുകൾ, 2015 പാർട്ടിയുടെ നേതൃപദവിയിലേക്ക് എത്തുമ്പോൾ ഒട്ടും സുഖകരമല്ലാത്ത രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയെ നയിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിലയിലൊക്കെയും ആത്യന്തികമായി കമ്മ്യൂണിസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വളരെ വ്യക്തമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എന്നാൽ സമകാലിക വിഷയങ്ങളിൽ സുവ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുകയും ചെയ്യുന്ന ഒരു നിലപാട്, ഒരു നേതാവ്, അങ്ങനെ കൂടി സീതാറാം യെച്ചൂരിയെ ചരിത്രത്തിൽ ഇനി നമ്മൾ വായിക്കേണ്ടി വരുമല്ലേ? അസദ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം സീതാറാം യെച്ചൂരി ഇത്തരത്തിൽ JNU-ൽ പഠിക്കുന്ന സമയത്താണ് SFIയിൽ പ്രവർത്തിക്കുകയും അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചൊരു സാഹചര്യത്തിൽ അറസ്റ്റ് വരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഒരു ശക്തനായിട്ടൊരു നേതാവായിട്ട് സീതാറാം യെച്ചൂരി വളർന്ന് വരുന്നത്. അതിന് പുറമെ JNU-ലെ ആ ഒരു SFI പ്രവേശനം അത്തരത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ അദ്ദേഹം കടന്നു വരുന്നു. പിന്നീട് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുന്നു, CPM പോളിറ്റ് ബ്യൂറോ അംഗമാകുന്നു. 2015 നടന്ന 21ാം പാർട്ടി കോൺഗ്രസിൽ വെച്ചാണ് സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. അവിടെ നിന്ന് തുടർച്ചയായിട്ടുള്ള 3 ടേമിലും അദ്ദേഹം ഈ ഒരു ജനറൽ സെക്രട്ടറിയെ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ച് ഈ ഒരു നീണ്ട കാലയളവിൽ
ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച പാർട്ടിയുടെ ഒരു നട്ടെല്ല് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സീതാറാം യെച്ചൂരിയുടെ അത്തരമൊരു പ്രവർത്തനം പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, പാർട്ടിയെ വളർത്തുന്നതിൽ, അതോടൊപ്പം തന്നെ കൃത്യമായിട്ടൊരു ദീർഘവീക്ഷണം ഏത് കാര്യത്തിലായാലും അത്തരമൊരു ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിച്ച നേതാവ് എന്നുകൂടി നമുക്ക് സീതാറാം യെച്ചൂരിയെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഒന്നാം UPA സർക്കാരിൻ്റെ ആ ഒരു കാലഘട്ടം നോക്കിയാൽ പോലും അന്ന് പാർട്ടി പുറത്തുനിന്ന് UPA സർക്കാരിനെ പിന്തുണയ്ക്കുന്നു. പക്ഷേ ആ ഒരു പിന്തുണച്ച സാഹചര്യത്തിൽ പോലും കൃത്യമായി തന്നെ UPA സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകളെ പാർലമെൻറ്റിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടാൻ, വിമർശിക്കാൻ യെച്ചൂരി തയ്യാറായിരുന്നു. അത്തരത്തിലുള്ള ഇടപെടലുകളടക്കം യെച്ചൂരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിന് പുറമെയാണ് കൃത്യമായി രാജ്യത്തിൻ്റെ ഒരു മതനിരപേക്ഷതയൊക്കെ തന്നെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള ഇടപെടലുകൾ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPIM പാർട്ടിക്ക് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പോലും ഒരു തീരാ നഷ്ടം തന്നെയാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗം. അസദ. തീർച്ചയായും വിഷ്ണു തലവൂർ പറയുന്നത് പോലെ തന്നെ സീതാറാം യെച്ചൂരിയുടെ വിയോഗം അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് കനത്ത നഷ്ടം ഏൽപ്പിച്ചിരിക്കുകയാണ്. ജനാധിപത്യത്തിനും മതേതര മൂല്യങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകിയ ഒരു നേതാവിനെ നഷ്ടമാകുമ്പോൾ നിലവിലെ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ഉയർത്തുന്ന വിടവ് ചെറുതല്ല, അത് വേഗം പരിഹരിക്കാനാകുന്നതുമല്ല. ആ നിലയിൽ തന്നെയായിരുന്നു സീതാറാം യെച്ചൂരിയുടെ ഇടപെടലുകൾ ആദ്യം മുതൽ തന്നെ. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷനാകുന്നത് വരെ, അതായത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ സമവാക്യങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, അത് ഇന്ത്യ എന്ന ആശയത്തെ ഒരുമിച്ച് നിർത്തുന്നതിൽ എത്രമാത്രം പ്രസക്തമായിരുന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ് സീതാറാം യെച്ചൂരി ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ എവിടെ തൻ്റെ പേരടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതുകൂടി നമുക്ക് മനസ്സിലാകുക. വിഷ്ണു തലവൂറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് AKG ഭവനിൽ നിന്ന്.